ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം എനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ജുജുത്സു കൈസൻ സീസൺ 3 ദി കള്ളിംഗ് ഗെയിം പാർട്ട് 1 എപ്പിസോഡ് 1 ആണ് കാണാൻ പോകുന്നത്. ഈ ആനിമേനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. വെറും 2 സീസൺ കൊണ്ട് ഈ ആനിമയും വളരെ പോപ്പുലർ ആണ്. അതുമല്ലാണ്ട് ഒരു നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ആനിമയാണ് ജുജുത്സു കൈസൻ. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ യൂജി കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ മൊത്തം ബ്ലഡ് ആയിരിക്കും. കഴിഞ്ഞ സീസണില് ഷിബിയയില് ആ അറ്റാക്ക് നടന്നതുകൊണ്ട് ആ സ്ഥലങ്ങൾ മുഴുവൻ കേഴ്സ് സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ യൂജി ഒരു കേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിന്റെ വെളിയിൽ ചാടുമ്പോഴത്തേനും അവിടെ മുഴുവൻ കേഴ്സ് സ്പിരിറ്റ് ആയിരിക്കും. ആ സമയം യൂജിനെ തേടി അവിടെ ഒരാൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ യൂജി അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യൂജി കാഷ്വൽ ആയിട്ട് പോയിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കേഴ്സ് സ്പിരിറ്റിന്റെ അറ്റാക്കിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുവാണ്. യൂജി കയ്യിൽ കിട്ടുന്ന കേഴ്സിനെ ഒക്കെ കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് യൂജിനെ ഒരു കേഴ്സ് സ്പിരിറ്റ് വന്ന് കയ്യിൽ പിടിക്കുകയാണ്. മേലോട്ട് പറന്ന് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് എറിയുവാണ് യൂജിനെ. ആ അറ്റാക്കിൽ യൂജി തെറിച്ചുപോയി അപ്പുറത്ത് കൂടെ വീഴുവാണ്. പെട്ടെന്ന് ആ കേഴ്സ് സ്പിരിറ്റ് വന്ന് യൂജിനെ പിടിക്കുവാണ്. പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കേഴ്സിന് എന്തോ സംഭവിക്കുകയാണ്. അത് പെട്ടെന്ന് താഴെ വീണോണ്ടിരിക്കുവാണ്. അത് വീഴുന്ന സ്ഥലം മുഴുവനും പൊട്ടിച്ചെതറി താഴെ പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് യൂജി ഒരു കട്ടാനേനെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുവാണ്. അത് വേറെ ആരും ആവില്ല, യൂട്ടെ ആയിരിക്കും. യൂജിനെ കൊല്ലാനുള്ള പരിപാടിയിൽ വന്നേക്കുവാണ്. യൂജിക്ക് അനങ്ങാൻ പോലും പറ്റുണ്ടാവില്ല. അടുത്ത സീനില് സെനിൻ ക്ലാന് കാണിക്കുവാണ്. ആ സമയം അവിടെ നോയാന്ന് പറഞ്ഞ ഫസ്റ്റ് ഗ്രേഡ് സോർസറർ അല്ല മായി മരിച്ചോ? അതിനെപ്പറ്റിയെല്ലാം താങ്കൾ വിഷമിക്കേണ്ട കാര്യമല്ല. അതുമല്ലാണ്ട് മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നത് മായി അല്ല മാക്കിയാണ് എന്ന് പറയുവാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. മാക്കി വളരെയധികം സുന്ദരിയാണ്. പക്ഷെ അവൾ അത്ര നല്ലവളല്ല. എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളുടെ പിന്നിലാണ് നടക്കേണ്ടതെന്ന് മാക്കിക്ക് ഇതുവരെ അറിയില്ല. അവളുടെ ഫേസ് വളരെ ബ്രേവ് ആയിട്ടാണ് വെക്കുന്നത്. പക്ഷെ ഒരു പെണ്ണിരിക്കേണ്ട സ്ഥാനം അവൾക്ക് അറിയില്ല. അങ്ങനെ അവൻ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാണ്. നീ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ അച്ഛൻ ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ടാണ് കിടക്കുന്നതെന്ന് നിനക്കറിയില്ലേ? എന്നോട് ക്ഷമിക്ക്. പക്ഷെ ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെ പോയാലും സെനിൻ ക്ലാന്റെ അടുത്ത തലവൻ ഞാൻ തന്നെ ആയിരിക്കും. എന്റെ മൂത്ത സഹോദരന്മാരൊക്കെ യൂസ്ലെസ് ആണ്. പിന്നെ അങ്കിളുടെ സഹോദരനും യൂസ്ലെസ് ആണ്. പിന്നെ നിങ്ങളുടെ മകളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ജിനിച്ചിയാണ്. അവന്റെ ഫേസ് എങ്കിലും കുറച്ച് നല്ലതാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു എന്നൊക്കെ നോയ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കേട്ട് ദേഷ്യം വന്ന് അങ്കിൾ അവന്റെ കഴുത്തിൽ കത്തി വെക്കുവാണ്. അപ്പൊ അവിടെയുള്ള അങ്കിളുടെ പേര് യോഗി, കൂടെയുള്ളത് അയാളുടെ സഹോദരൻ ജിനിച്ചി ആയിരിക്കും. അവര് രണ്ടുപേരും ഫസ്റ്റ് ഗ്രേഡ് സോർസറർ ആയിരിക്കും. അങ്ങനെ അവരവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഒരാൾ ഡോർ തുറന്നു വരുവാണ്. സെനിൻ ഗ്ലാന്റെ ഹെഡ് ഇപ്പൊ മരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് അയാളുടെ വിൽപത്രം ഇപ്പൊ വായിച്ചു കാണിക്കാം. കാരണം എന്നെയാണ് ഇതിന് നിയമിച്ചിരിക്കുന്നത്. ഇത് നാബിറ്റോയുടെ വിഷാണ്. എല്ലാവരുടെ മുമ്പിൽ ഇതൊരു പ്രാവശ്യം ഞാൻ വായിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് വായിച്ചു കാണിക്കാം. അങ്ങനെ അയാൾ ആ വിൽപത്രം എടുത്ത് വായിക്കുവാണ്. സെനിൻ ക്ലാന്റെ 27ാമത്തെ തലവനായി നോയ സെനിനെ നിയമിക്കുകയാണ്. രണ്ടാമത്തേത് നോയയ്ക്കായിരിക്കും ഇവിടെ ഉള്ള എല്ലാ സ്വത്തുക്കളും കേഴ്സ് ടൂൾസിന്റെയും അനന്തരാവകാശം. അതായത് ഇവിടെ ഉള്ളതും ജുജുത്സു ഹൈയിലുള്ളതുമായ എല്ലാ ടൂൾസും നോയയ്ക്കാണ് ഇനി സ്വന്തമായിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൺട്രോളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നോയ ഓജിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ജിനിച്ചിന്റെ അടുത്തുനിന്നോ അഗ്രിമെന്റിൽ സൈൻ വാങ്ങണം. അപ്പൊ നോയ അതൊന്നും വലിയ കാര്യമില്ല, അടുത്തത് വായിക്കി. എങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ഗോജോ സത്തോറ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടോജി ഫുഷിഗ്രോയ്ക്ക് മര്യാദ കൊടുക്കുന്ന രീതിയിൽ മെഗുമി ഫുഷിഗ്രോ ആയിരിക്കും അടുത്ത തലവനായിട്ട് നിയമിക്കുക. അങ്ങനെ മെഗുമിക്ക് ഇവിടെയുള്ള സ്വത്തുക്കളും സോഴ്സ് ടൂൾസിന്റെ ഒക്കെ അവകാശം അവനായിരിക്കും. അത് കേൾക്കുമ്പോ നോയയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ല. നോയ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവരൊക്കെ എന്താ പൊട്ടന്മാരാണോ? നട്ടല്ലില്ലാത്തവര്. എന്നെ കഴിഞ്ഞും ആരാണ് ഈ സെനിൻ ക്ലാന് നന്നായി നടത്തുക? ഇപ്പൊ എവിടെയാണ് മെഗുമി ഉള്ളത്? അവനിപ്പോ എന്ത് ചെയ്യുവാണ് എന്ന് നോയ ആ ഗേളിന്റെ അടുത്ത് ചോദിക്കുവാണ്. എനിക്ക് അധികമൊന്നും അറിയില്ല. അവനിപ്പോ യൂജി ഇറ്റഡോറിനെ കണ്ടുപിടിക്കാനുള്ള മിഷനിലാണ്. അപ്പൊ അത് ആരാന്ന് നോയ ചോദിക്കുകയാണ്. അത് സുഗണയുടെ വെസലാണ്. ഓ അങ്ങനെയാണോ? എന്നാ നീ അവരോട് പറഞ്ഞേക്ക് ഞാൻ സുഗണയുടെ വെസലിനെ കൊല്ലാൻ പോവാണെന്ന്. അങ്ങനെ ഞാൻ അവന്റെ കൂടെ ആ മെഗുമിനെ കൊല്ലാൻ വേണ്ടി പോവാണ്. ആ സ്ഥലം മുഴുവൻ കേഴ്സ് സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ മനുഷ്യര് എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കണതെന്ന് പോലും അറിയുന്നില്ല. എന്നാ ഗേള് പറയുവാണ്, ഞാൻ അവനെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവര് നോക്കിക്കോളും. ഞാനാണ് സെനിൻ ക്ലാന്റെ ഹെഡ്. അങ്ങനെ അടുത്ത സീനില് യൂജി സുഗുണായി മാറിയതിനു ശേഷം കുറെ പേരെ കൊന്നിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ആലോചിക്കുകയാണ് യൂജി കാരണമാണ് അത്രയും പേര് മരിച്ചതെന്നുള്ള കാര്യം യൂജിനെ കൊണ്ട് താങ്ങാനേ പറ്റുന്നില്ല. അവൻ വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ചോസ വരുവാണ്. യൂജി നിന്റെ മുറിവുകളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്?
അപ്പൊ യൂജി ബ്ലാക്ക് ഫ്ലാഷിൽ അടി വാങ്ങിച്ചതൊഴിച്ച് ബാക്കിയുള്ളതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇതിന് കാരണം എന്തായാലും സുഗുണയായിരിക്കും. ഉള്ളിലുള്ള സുഗുണ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചോസോ, നീ എന്നെ പറ്റി വിഷമിക്കണ്ട. നീ വേഗം ജുജുത്സു ഹൈയിലേക്ക് പോ. ഞാനിവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോസോയും ബാക്കിയുള്ളവരെയും വെച്ച് ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോ ഇവിടുന്ന് തിരിച്ചു പോകുന്നതും പോവാത്തതും അല്ല ഇഷ്യൂ. സുഗുണ ഫുഷിഗ്രയെ വെച്ച് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും അല്ലാണ്ട് ഞാൻ നിറയെ പേരെ കൊന്നു. അപ്പൊ ചോസ ചോദിക്കുവാണ്, നീ രക്ഷിച്ച ആരെങ്കിലും ഫ്യൂച്ചറിൽ വേറെ ആൾക്കാരെ കൊന്ന നീ എന്താണ് ചെയ്യാ? അടുത്തുള്ളവരുടെ കാര്യം എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് യൂജി പറയുവാണ്. അതുമല്ലാണ്ട് ഞാൻ നിന്റെ ബ്രദേഴ്സിനെ ഒക്കെ കൊന്നു. നിനക്ക് എന്നോട് വിഷമമൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ സ്ഥാനത്ത് അവരാണെങ്കിലോ അവരുടെ സ്ഥാനത്തില് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെയാവും ചെയ്തിട്ടുണ്ടാവുക. ഇതില് ക്ഷമിക്കാനോ ക്ഷമിക്കപ്പെടാനോ ഒന്നുമില്ല. കാരണം സഹോദരങ്ങളായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചോസ പറയുവാണ്. എന്നാ നമുക്ക് പോവാം. ഇപ്പൊ നമുക്ക് കേഴ്സ്ഡ് സ്പിരിറ്റ്സിന്റെ എണ്ണം കുറയ്ക്കലാണ് പ്രധാന ജോലി എന്ന് യൂജി പറഞ്ഞ് അവർ രണ്ടുപേരും അവിടുന്ന് പോവാണ്. അടുത്ത സീനില് യൂജി ഒരു പാലത്തിന്റെ മുകളിൽ നിന്നിട്ട് ക്ലാപ്പ് ചെയ്യുമ്പോഴത്തേനും നിറയെ കേഴ്സ്ഡ് സ്പിരിറ്റ് വരുവാണ്. അങ്ങനെ അവൻ ആ പാലത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ പാലം അങ്ങനെ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടുമ്പോഴത്തേനും ഒരു കേഴ്സ് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ്. അവന് അതിനെ ഒരൊറ്റ ചവിട്ടി അതിനെ ചെതറിപ്പിച്ച് കളയുവാണ്. അങ്ങനെ യൂജി താഴെ വരുമ്പോഴത്തേനും അടുത്ത കേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുവാണ്. അതിനെ നല്ലപോലെ അറ്റാക്ക് ചെയ്ത് യൂജി അവിടെ ഓടുവാണ്. അങ്ങനെ യൂജി എല്ലാ കേഴ്സിനെ ഒരുമിച്ച് ഒരു ടണലിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആ ടണൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടണലായിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ എല്ലാ കേഴ്സിനെ കൂട്ടിയിട്ട് വന്നിട്ട് ചോസോ എന്ന് വിളിക്കുമ്പോഴത്തേനും ചോസോ അവന്റെ ബ്ലഡ് മാനിപ്പുലേഷൻ വെച്ചിട്ട് എല്ലാത്തിനും ഒരേ അടിയിൽ കൊല്ലുവാണ്. പെട്ടെന്ന് ചോസോനെ ഒരു കേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേനും യൂജി പോയിട്ട് ആ കേഴ്സിനെ അങ്ങ് കൊല്ലുവാണ്. എന്ത് ഭയാനകം! അവൻ വളരെ പവർഫുൾ ആണെന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് ഇപ്പൊ ഒരു കുറവും ഇല്ലാണ്ട് കേഴ്സ് എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന് ഫിസിക്കൽ സ്ട്രെങ്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. ശരിക്കും ഇവൻ യുദ്ധത്തിന്റെ ദൈവം തന്നെ. ഇനി അവനെ തടയാൻ ആരെ കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ ചോസോ യൂജിനെ പറ്റി മനസ്സിൽ വിചാരിക്കുവാണ്. അതിഗംഭീരായിരിക്കുന്നു എന്റെ ചെറിയ സഹോദര എന്ന് പറയാണ് ചോസോ. നീ ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്ന് യൂജി ചോദിക്കുവാണ്. ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് പറയും. പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അവരിവിടെ ഉണ്ടായിരുന്നു കാണും. നിന്റെ അച്ഛന്റെ നെറ്റിയില് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് നോയ വരുവാണ്. ഇവിടെ മെഗുമി ഉണ്ടോ? ഓ, ഞാനാണോ ഫസ്റ്റ് എത്തിയത്? ശരിക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണോ? അവൻ എന്നെക്കാളും സ്ലോ ആണെന്ന് തോന്നുന്നു. നീ ആരാണ്? നീ നേരത്തെ മെഗുമിനെയാണോ മെൻഷൻ ചെയ്തത്? അല്ല, നിങ്ങൾ ഇന്ന് ഇവിടെ നിന്നോണ്ടിരിക്കുവാണോ? നിങ്ങൾ എന്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവുന്നില്ലേ? ഓടുന്നില്ലേ? അതിന് ഞങ്ങൾ എന്തിനാ ഓടുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പൊ നോയ പറയാണ്, നിങ്ങള് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്കിപ്പോ ഗോജോയുടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എനിക്ക് ശരിക്കും മെഗുമിനെയാണ് കൊല്ലേണ്ടത്. നിങ്ങൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഓടി നടക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാല് മാത്രം വെട്ടുവാണ്. നിനക്ക് മെഗുമീന്റെ അടുത്തുനിന്ന് എന്താണ് വേണ്ടതെന്ന് യൂജി ചോദിക്കുകയാണ്. എനിക്ക് അവനെ കൊല്ലണം. മെഗുമിയും നിന്നെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. നോയ പെട്ടെന്ന് യൂജിന്റെ അടുത്ത് വന്ന് യൂജിനെ അങ്ങ് അടിച്ചിടുവാണ്. പെട്ടെന്ന് തന്നെ ചോസ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് നോയനെ. പക്ഷെ നോയന്റെ ഫൈറ്റ് ചോസോയ്ക്ക് ചേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ചോസോനെ എടുത്തിട്ട് ചാമ്പുവാണ് നോയ. പെട്ടെന്ന് യൂജി ഒരു കല്ലെടുത്ത് എറിയുമ്പോഴത്തേനും അവിടുന്ന് എസ്കേപ്പ് ആയി പോവാണ്. അങ്ങനെ യൂജിയും ചോസോയും കൂടെ സംസാരിക്കുവാണ്. അവന്റെ ഫൈറ്റ് നമുക്ക് ചേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവന്റെ ടെക്നിക്ക് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നോയ പറയാണ്, ഞാൻ വിചാരിച്ച പോലെ അല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടല്ലോ. പെട്ടെന്ന് നോയ മനസ്സില് ഇവൻ സുഗുണയുടെ വെസലാണ്. ശരി, അവന്റെ കൂടെ നിൽക്കുന്നവൻ ആരാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അവിടെ ഒരു ബാരിയർ വന്ന് മൂടുവാണ്. അവര് 3 പേരും വേറെ ആരോ അവിടെ വന്നതായിട്ട് സെൻസ് ചെയ്യുവാണ്. ചിലപ്പോ ഇത് ഗോജോ ആയിരിക്കുവോ? ഇല്ല, ഇതല്ല, ഇത് അതിനെ കഴിഞ്ഞ് എന്തോ വലുതാണ്. അങ്ങനെ ആ സ്ഥലത്തോട്ട് വരുന്നത് യൂട്ടെ ആയിരിക്കും. ഓ, നീ ഒറ്റയ്ക്കല്ല അല്ലേ? അപ്പൊ യൂജി ഇത് ആരാണെന്ന് ചോദിക്കുവാണ്. നിങ്ങൾ രണ്ടുപേരും യൂജിന്റെ ഒപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. അവന്റെ ഗോള് നിന്നെ കൊല്ലാൻ വേണ്ടി അയച്ചതായിരിക്കുന്ന് ചോസോ പറയാണ്. അത് കേട്ടപാടെ നോയ, നിക്ക് ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ സൈഡാണ്. അപ്പൊ യൂജിക്ക് ആളെ പിടികിട്ടുകയാണ്. ഇവൻ യൂട്ട, ഗോജോനെ പോലെയുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡ് സോഴ്സറർ. അപ്പൊ യൂട്ട നോയന്റെ അടുത്ത് നീ ആരാണെന്ന് ചോദിക്കുവാണ്. ഞാൻ സെനിൻ ക്ലാനിലുള്ളതാണ്. മാക്കിയുടെ കസിൻ ആണ്. ഞാനും നിന്നെ പോലെ യൂജിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിന്റെ വഴിയില് തടസ്സായിട്ട് വരില്ല എന്ന് നോയ പറയാണ്. നോയയും യോട്ടയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുറകില് ചോസോ യൂജിയും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവന്റെ സ്പീഡാണ് ട്രിക്ക്. അതുകൊണ്ട് ഇവന്റെ കൂടെ ഓടാനൊന്നും നമുക്ക് പറ്റില്ല. ഞാൻ ഇവനെ പിടിച്ചു വെക്കാം. നീ ബാക്കിയുള്ളത് നോക്കിക്കോ. യൂജിനെ നീ എടുത്തോ. എനിക്ക് യൂജിന്റെ അടുത്തുനിന്ന് ഒരാളെ പറ്റി അറിയാനുണ്ട്. അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി എന്ന് നോയ പറയുവാണ്. പിന്നെ ആ കറുപ്പ് മുടിക്കാരൻ യോട്ടോ ഇല്ലേ, അവന്റെ അടുത്ത് നീ പിടി
വിട്ടുകൊടുക്കരുത്. അവൻ ഗോജോനെ പോലെയുള്ള ആളാണ്. അവന്റെ ഒപ്പം നീ ഫൈറ്റ് ചെയ്താ നീ എന്തായാലും ചാവും എന്ന് ചോസോ യൂജിന്റെ അടുത്ത് പറയാണ്. അപ്പൊ നോയ എനിക്ക് മെഗുമി എവിടെയാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോസോ ബ്ലഡ് മാനിപ്പുലേഷൻ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. യൂജി യോട്ടെ അവിടുന്ന് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂജിന്റെ പുറകെ തന്നെ യോട്ട പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഇവൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അവൻ അവിടെ നിന്ന് നീങ്ങി ഓട്ടന്നെ ഞാൻ അവനെ കൊല്ലണം എന്ന് കരുതിയതാണ്. അപ്പൊ നോയ അവിടെ നിന്നിട്ട് നീ നേരത്തെ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. നിന്റെ പവർ ബ്ലഡ് മാനിപ്പുലേഷൻ ആണല്ലേ, നിനക്കതെങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഇത് കണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ അടുത്തിരിക്കുന്ന ആ പിയേഴ്സിംഗ് ബ്ലഡ് ടെക്നിക് കൊണ്ടുവരണമെങ്കിൽ തന്നെ നിന്റെ ബ്ലഡ് എല്ലാം ഒരു പോയിന്റിൽ നിനക്ക് ശേഖരിക്കണ്ടേ. അതുകൊണ്ട് നീ ഇവിടെ മരിക്കാൻ പോവാണ്. ഇത് കേട്ട് ചോസോ നീയാണ് ഇവിടെ മരിക്കാൻ പോകുന്നതെന്ന് പറയുവാണ്. പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് ഒരു കേഴ്സ് വന്നോണ്ടിരിക്കുവാണ്. എപ്പിസോഡിന്റെ തുടക്കത്തില് കേഴ്സും യൂജിയും കൂടെ താഴെ വീണ് യൂജി നോക്കുമ്പോ യോട്ട കട്ടാന എടുത്ത് യൂജിക്ക് നേരെ കുത്തി പിടിക്കില്ലേ, ആ സീൻ കാണിക്കുവാണ്. പെട്ടെന്ന് അവിടുന്ന് യൂജി എസ്കേപ്പ് ആയി പോവാണ്. ഞാൻ അവനെ വെട്ടിന്നാ വിചാരിച്ചത്, അവനെന്തായാലും മാക്കീനെ പോലെയാണ് എന്ന് വിചാരിച്ച് യോട്ട പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. അങ്ങനെ അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുവാണ് രണ്ടുപേർക്കും ഇടയില്. അങ്ങനെ ആ ബിൽഡിംഗ് യൂജി വെളിയിലോട്ട് ചാടുവാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ യോട്ട നിന്നിട്ട് എന്താ സർപ്രൈസ് ആയോ, എന്നെ കണ്ട ഇത്രയും പവർഫുൾ ആണെന്ന് നിനക്ക് മനസ്സിലാവില്ലല്ലോ. പെട്ടെന്ന് യൂജി മനസ്സിൽ കരുതുവാണ് ഇവന് ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ കുറവാണെങ്കിലും അവന്റെ ഇൻസെയിൻ അമൗണ്ട് ഓഫ് കേഴ്സ്ഡ് എനർജി ഉപയോഗിച്ച് അവന്റെ പവർ കൂട്ടുവാണ്. എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഇവൻ ചെയ്യുന്നത് വളരെയധികം പവറോടുകൂടിയാണ്. നീ ശ്രദ്ധിച്ചിരുന്നോ, ഗോജയുടെ കേഴ്സ് എനർജിനെ കഴിഞ്ഞും എന്റെ കേഴ്സ് എനർജി കൂടുതലാണ്. പക്ഷെ അവന് 6 ഐസ് ഉള്ളത് കൊണ്ട് അവൻ കേഴ്സ് എനർജി എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവന്റെ അടുത്തുനിന്ന് കേഴ്സ് എനർജി കുറയില്ല. അതുകൊണ്ടാണ് ഗോജോ അത്ര നല്ല പെർഫോമൻസ് കൊടുക്കുന്നത്. ഇനി സംസാരം നിർത്താന്ന് പറഞ്ഞ് യോട്ടോ പിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. പെട്ടെന്ന് യൂജിക്ക് ടോഡ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. എത്ര അധികം സോഴ്സർ ബെറ്റർ ആയിരിക്കോ അവരുടെ കേഴ്സ് എനർജി ഫ്ലോ നമ്മളെ കൊണ്ട് അളക്കാൻ പറ്റില്ല. അതുമല്ലാണ്ട് അവരുടെ ഫൈറ്റിന് അടുത്ത മൂവ്മെന്റ് എന്താന്ന് പോലും നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ മനുഷ്യൻ അവന്റെ കേഴ്സ് എനർജി എൻറ്റയർ ബോഡി ഫുള്ളും നിറയ്ക്കുവാണ്. അവന്റെ സോഡ് ഉൾപ്പെടെ അവന്റെ മൂവ്മെന്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കുന്നതല്ല ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് ഇവൻ ചെയ്യുന്ന എല്ലാ അറ്റാക്കും ഫൈനൽ ബ്ലോ പോലെയാണ് ഇരിക്കുന്നത്. അതുമല്ലാണ്ട് അവന്റെ ശരീരത്തിൽ വരുന്ന എല്ലാ ഡാമേജും അവനെ കൊണ്ട് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് യൂജി മനസ്സിൽ വിചാരിക്കുകയാണ്. സോറി, എന്നെ കൊണ്ട് ഇപ്പൊ ചാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യൂജി അവിടെ കിടക്കുന്ന വണ്ടീന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഓടി അതിന്ന് ഒരു കത്തി എടുത്തോണ്ട് വരുവാണ്. ആ സമയം യൂജി ഗോജ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. നിറയെ പേര് വെപ്പൺസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രെയിനിങ് എടുക്കാറുണ്ട്. പക്ഷെ കേഴ്സ് എനർജി മാനിപ്പുലേഷൻ ചെയ്യാണ്ട് കേഴ്സ്ഡ് ടൂൾസിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ പറ്റില്ല. ഇത് ഇത്രയും പെട്ടെന്ന് നിനക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വന്നാ ഈ സെലക്ടഡ് ഡീമൺസ് ടെക്നിക്ക് നീ ആപത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ യൂജി കേഴ്സ് എനർജി ആ കത്തിയിലേക്ക് കൊടുക്കുവാണ്. ആ സമയം യോട്ടോ വന്ന് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ എന്റെ സോഡിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. യോട്ട് 4 മടക്കി ചവിട്ടുവാണ്. യൂജിന്റെ വയറ്റിൽ ഒരു വെട്ട് കൊടുക്കുവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് യൂട്ടയുടെ കട്ടാന യൂജി പൊട്ടിച്ചിട്ടുണ്ടാവും. എന്ത് പൊട്ടിയോ? ആ, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇവൻ ഗോജോയുടെ സ്റ്റുഡന്റ് അല്ലേ. എന്നിട്ട് യൂജി യോട്ടോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പത്തേനും പെട്ടെന്ന് യൂജിനെ ഒരു കേഴ്സ് വന്ന് പിടിച്ചു വെക്കുവാണ്. നീ എന്താ ചെയ്യുന്നേന്ന് യൂജി ചോദിക്കുവാണ്. ഞങ്ങൾ വെറുതെ കളിക്കായിരുന്നു റീക്കാന്ന് യൂട്ട പറയുവാണ്. റീക്ക ആരാണെന്ന് വെച്ചാ നമ്മുടെ യൂട്ടയുടെ ഫ്രണ്ട് ആയിരിക്കും. ചെറുപ്പത്തിൽ ആ ഫ്രണ്ട് മരിച്ച് ഷിഗഗാമിനെ പോലെ ആയിരിക്കും. യൂട്ടയുടെ ബാക്ക് ബോൺ ആയിരിക്കും റീക്ക. ആ സമയം യൂജി ഇതെന്താണിത്, ഇത് ഷിഗഗാമിയാണോ, എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ യൂട്ട അവന്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞ് ആ പൊട്ടിയ കട്ടാന എടുത്ത് യൂജിന്റെ നെഞ്ചിൽ കുത്തി കയറ്റുവാണ്. അങ്ങനെ യൂജിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് അധികം താഴെ വീണോണ്ടിരിക്കുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സീസണിൽ ഇനി ഒരു എപ്പിസോഡും കൂടെ റിലീസ് ആയിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. ആരും കമന്റ് സെക്ഷനിൽ വന്ന് ജുജുത്സു കൈസൻ വേണ്ട, ബ്ലൂ ബോക്സ് മതി എന്ന് ആരും കമന്റ് ചെയ്യല്ലേ പ്ലീസ്. ഈ ആനിമെ എല്ലാരും കാണുക, ഇതെല്ലാവർക്കും ഇഷ്ടാവും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വലിയൊരു പീക്കിന്നാണ് തുടങ്ങുന്നത്. ബാക്കിയുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലായിരിക്കും. വെറും അടി മിടി പുകയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.